ഞാൻ റെഡിയായി. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഫസ്റ്റ് റെഡി ആവാണ്ട. നമുക്ക് ആശുവിനെ പോയി നോക്കാം. അടിപൊളി, സൂപ്പർ. So good. ഇത് അനങ്ങാ വയ്യ. Chicken udhar hai, dekho. ഹലോ, കേട്ടിരിക്കുന്നു. ഇങ്ങനെ സെറ്റ്. You yeah, I thought you were not coming. You told me you're not coming. I reached today. ഓ So everybody's എല്ലാവരും വന്നു. സർപ്രൈസ് തുള്ളി. ഹായ് അമ്മേ. ഹായ് അമ്മേ. ഏയ് നമ്മുടെ പൊന്നോമനയും കഴിവുകളുടെ നിറകുടമായ നമ്മുടെ ഡാൻസർ അശ്വതി അളിയൻ എന്നുള്ള അച്ചു അഥവാ അളിയൻ, നമ്മുടെ മൈക്കിൾ ജാക്സൺ ഓഫ് ദി ഗ്രൂപ്പ്. പാട്ട്, ഡാൻസ്, അഭിനയം, സ്റ്റാൻഡപ്പ് കോമഡി, കോമഡി, എല്ലാ പരിപാടിയും. ഒന്നിനും ഒരു കുറവും വരുത്തത്തില്ല. ആക്ച്വലി എന്നും ഫസ്റ്റ് കൈ പൊക്കി ഞങ്ങൾ എല്ലാരെയും വിളിച്ച് പരിപാടി നടത്തിയിരിക്കും. എന്ത് പരിപാടി വിളിച്ചാലും അവളുണ്ട് എന്ന ഒരു ഉറപ്പാണ്. ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നോ പറഞ്ഞാലും നമ്മളൊന്ന് 2 തവണ ഒന്ന് പ്ലീസ് അങ്ങനെ ഒന്ന് സോപ്പിട്ട ആശാരി യെസ് ആയിട്ട് പോകുന്നോളൂ. സാധാരണ അവളാണ് നമ്മൾ ഓരോ പരിപാടിക്ക് വിളിക്കാറ്. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അവളായിരിക്കും ബാ നമുക്ക് ഇങ്ങനെ സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചോണ്ട് പോകും. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കേണ്ടത് കുറവാണ്. ഈ ഡാൻസ് തന്നെ സ്റ്റെപ്പ് ഒക്കെ ഇട്ടാന്നത് അവളാണ്. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. അതായത് ഞാനും അച്ചും നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ആയി. അച്ചു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ തമ്മിൽ കുറേ കാലമായിട്ട് പരിചയമുണ്ട്, ഫ്രണ്ട്സാണ്. പിന്നീട് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടങ്ങളൊക്കെ സിമിലറാണ്. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണ് അച്ചു. ഇന്നത്തെ ഡേ ഞാൻ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഫോർ ദിസ് ബിഗ് ഡേ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴെല്ലാം സോ എക്സൈറ്റഡ്. എങ്ങനെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ, എങ്ങനെയായിരിക്കും ഞാൻ ഡ്രസ്സ് ഇടുമ്പോൾ എങ്ങനെ ഉണ്ടാവും, മാഷ് ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ഞങ്ങൾ അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഐ വാസ് സോ എക്സൈറ്റഡ് ഫോർ ദിസ് ഡേ. എനിക്ക് വളരെ നിർബന്ധം എൻ്റെ ലൈഫ് പാർട്ട്ണർ എപ്പോഴും, അതായത് ഒരു ക്ലീഷേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മാത്രം കാണിക്കുക എന്നുള്ളതിലുപരി രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്രോത്തിനുള്ള ഒരു ഓപ്പോസിറ്റ് ആൾക്കാർ ഒരു പൊട്ടൻഷ്യലായി മാറണം എന്ന് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിലൊരു എക്സാക്ട് 100% മാച്ചാണ് അച്ചു. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്കായിട്ട് ഭയങ്കര സിങ്കാണ് അവൾ. അതായത് എൻ്റെ ചേച്ചി എങ്ങനെയാണോ എൻ്റെ അമ്മയോട് നിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് അച്ചുവിൻ്റെ അമ്മയോട് നിൽക്കുന്നത്. അച്ചും അമ്മയും തമ്മിലുള്ള ബോണ്ട് കാണുമ്പം എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അച്ഛൻ്റെ ഹോൾ ഫാമിലി. അമ്മയായിട്ടാണെന്നുണ്ടെങ്കിലും അച്ഛനായിട്ടാണെന്നുണ്ടെങ്കിലും അപ്പമായിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ വളരെയധികം ക്ലോസ് ആണ്. അപ്പം അവരുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മാത്രമല്ല, ദ ഹോൾ റിലേറ്റീവ്സ് നോസ് മീ നൗ. ഞങ്ങൾ തമ്മിലുള്ള ഒരു വലിയ സിമിലാരിറ്റി എന്താണെന്നറിയോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻട്രസ്റ്റ് വളരെ സിമിലറാണ്. അതായത് ഷീ ലൈക്ക് ടു സേ സ്റ്റോറീസ് ആൻഡ് ഐ ലൈക്ക് ടു ലിസൺ ടു സ്റ്റോറീസ്. ഞാനും പാട്ട് പാടും, അവളും പാട്ട് പാടും. അവൾ ഡാൻസ് കളിക്കും. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല, എന്നാൽ പോലും ഞാൻ അവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ നോക്കാറുണ്ട്. സോ ബേസിക്കലി ഞങ്ങൾ തമ്മിലുള്ള, അതായത് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മോറോവർ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സിമിലർ അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അവരവരുടെ ഇഷ്ടത്തിനൊരു വില കൊടുക്കുന്നുണ്ട് വളരെ എന്താ പറയുക ഈസിയാണ്. ഞങ്ങളുടെ ഇടയിലുള്ള പല കോൺവെർസേഷൻസും പല മൂമെന്റ്സും വളരെ ഈസി ആയിട്ട് പോകാറുണ്ട്.
സോ ദ ഹോൾ ഇവന്റ്, ഈ എൻഗേജ്മെന്റിനുള്ള എല്ലാ ഇവന്റ്സിലും രണ്ടുപേരുടെ അഭിപ്രായമുണ്ട്. ബോത്ത് ദ ഫാമിലീസ് ആർ കൺസിഡേർഡ്. രണ്ടുപേരുടെയും ഇഷ്ടങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ ഐ എം വെരി ഹാപ്പി ദാറ്റ് രണ്ട് ഫാമിലിയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടയിലും ആ ഒരു ബോണ്ട് ഉള്ളത്. വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. സർപ്രൈസ് ഇവിടെ വർക്ക്ഔട്ട് ആയിരുന്നു. അത് ഞാൻ വന്നതാണ്. പ്രകാശ് ഞങ്ങൾക്ക് സ്റ്റെപ്പ് കിട്ടാണ്ട് ആയപ്പോ ഞങ്ങൾ അവളെ വിളിച്ചിട്ട് നീ ഒന്ന് കളിച്ചെന്ന് പറഞ്ഞു. സ്റ്റെപ്പ് ഒക്കെ തനിയെ വന്നു. അതേപോലെ ഞങ്ങൾ കോപ്പി അടിച്ച് കളിച്ചതാണ്. വേറെ ഒരു മാറ്റവും ഇല്ല. ഒക്കെ അച്ഛൻ്റെ സ്റ്റെപ്സ് ആണ്. All the best.